ഹലോ. ഇന്നലെ എനിക്ക് തോന്നി പെട്ടെന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന്. അങ്ങനെ എടുത്താണ് കേട്ടോ അത്. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ ഒരു 6:30-7 മണിക്കാണ് ഇപ്പോഴൊക്കെ എണീക്കാറ്. എണീറ്റതും കുളിച്ചിട്ട് വിളക്ക് തെളിയിച്ച് എന്നിട്ടാണ് അടുക്കളയിൽ കയറാറ്. അതുപോലെ അടുക്കളയിൽ കയറി അടുക്കളയിൽ വന്ന് നോക്കണ സമയത്തോ എൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ മുകളിലായിട്ട് ഒരു വലിയ കൂറ. സാധാരണ ഇവിടെ കൂറ അങ്ങനെ കാണാറില്ല കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, അത് എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിലൊക്കെ അരിച്ചിട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കേനമാണ് കേട്ടോ. നമ്മൾ അധികം ഞാൻ രാത്രി കൗണ്ടർ ടോപ്പിൽ പാത്രങ്ങളൊന്നും വെക്കാറില്ല. കുറച്ച് സ്പാച്ചുലയൊക്കെ ആ കോർണറിലുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഭയങ്കര സംശയം. കാരണം ഒരുവിധം വലിയ വലിപ്പമുള്ള കൂറയായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല, തോന്നിയില്ല. കൂറയാണെങ്കിലോ എന്നെ കണ്ട മുതൽ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഹിറ്റെടുത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ അടിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനെ ഇല്ലാതാക്കണത് വിഷമമുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമ്മുടെ ഒരു ഹൈജീൻ്റെ കാര്യമായതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്താ ചെയ്യുക. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒരു 2-3 തവണ കഴുകി വൃത്തിയാക്കി. കാരണം രാത്രി തന്നെ ഞാനെല്ലാം നീറ്റാക്കിയിട്ടേ കിടക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എവിടെയൊക്കെ അരിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ. പിന്നെ ആ കൗണ്ടർ ടോപ്പിൽ വെച്ചിരിക്കണ സ്പാച്ചുലാസും കുറച്ച് എൻ്റെ ബേക്കിങ്ങിനുള്ള ബീറ്ററും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് വെച്ചിരിക്കണം എടുക്കാൻ എളുപ്പത്തിന്. അതൊക്കെ ചുടുവെള്ളത്തിലിട്ട് കഴുകി എടുത്ത് ഉണക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. വിജോട്ടയ്ക്ക് വർക്ക് തീർക്കാനുള്ളത് കൊണ്ട് ലേറ്റ് നൈറ്റാണ് കിടന്നത്. അപ്പോൾ പതുക്കെ ഉണരുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഉണരുന്ന ആളാണ്. പിന്നെ മക്കളും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാം പതുക്കെയാണ് പൊതുവെ ഇപ്പോൾ തുടങ്ങാറുള്ളത്. അങ്ങനെ ഇഡ്ഡലിയും ചട്നിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചട്നിക്ക് കടുക് വറുക്കാൻ നോക്കുമ്പോഴാണ് കടുക് തീർന്നതറിഞ്ഞത്. കടുകാണെങ്കിൽ എപ്പോഴും അമ്മയൊക്കെ പറയാറുണ്ട് തീരാൻ പാടില്ല എന്നുള്ളത്. എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുള്ളതാണ്. എന്തുകൊണ്ടോ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, എനിക്ക് ഇങ്ങനെ കടുകിടാത്ത ചട്നികൾ വലിയ ഇഷ്ടമില്ല. കടുക് ഇങ്ങനെ നിറയെ കിടക്കണ കാണാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതിൻ്റെ ആ ഒരു ഇങ്ങനെ വതറി കിടക്കണതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാ കഴുകിയെടുത്ത സാധനങ്ങളെല്ലാം യഥാസ്ഥാനത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് റോട്ടിലൂടെ എന്തോ വിളിച്ചു പറയണ കേട്ടത്. പിന്നെ ഓടിച്ചെന്ന് നോക്കണ സമയത്താണ് കടലയും ഊട്ടി ബർക്കിയും. ഈ കടല അവർ പറയണത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ കടലയല്ല അത്ര. ഇതിനെ കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ മറ്റേ കടലയുണ്ട്. ഇങ്ങനെ നമ്മൾ കുതിർക്കാനൊക്കെ വെക്കണ കടലയുണ്ടല്ലോ, ഇതുപോലെ തന്നെ ഉണ്ടാവുക. ഇതെന്താ അതിൻ്റെ ഡിഫറൻസ് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഈ ബർക്കി എനിക്കും എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോണ കാണാം. പക്ഷേ ഇന്നേ വരെ വാങ്ങിയിട്ടില്ല. ഇതിൽ 150 കേട്ടോ എഴുതിയിരിക്കണേ. പക്ഷെ 100 രൂപയ്ക്കാണ് അവർ വിൽക്കണത്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഉണ്ടോ നോക്കുകയാണ്. മുട്ടയിട്ട സംഭവങ്ങളെല്ലാം ഞാൻ സന്ധ്യയ്ക്ക് ശേഷം, അതായത് വിളക്ക് തെളിയിച്ച ശേഷമേ കഴിക്കാറുള്ളൂ. കാരണം വൈകുന്നേരം മേലല്ലേ കഴുകാറുള്ളൂ, തല കുളിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ നോക്കണത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ 2 ബർക്കി എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ട്രെയിനർ ഉണ്ടല്ലോ, ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. സാധാരണ അരിയൊക്കെ കഴുകണ സമയത്ത് കുറച്ച് അരിയൊക്കെ താഴെ പോവാറുണ്ട് സിക്കിൽ. പക്ഷേ ഇത് കിട്ടിയ ശേഷം ഉണ്ടല്ലോ, ഒരു മണി പോലും താഴെ പോവാറില്ല. അപ്പോൾ വളരെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. അതുപോലെ പച്ചക്കറികൾ അരിയാനും ഒക്കെ തന്നെ. അപ്പോൾ ഈ കടല വാങ്ങിയ സമയത്ത് അവർ പറഞ്ഞത് ഇത് മെഷീനിലൊക്കെ ഇട്ട് വരണതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണമെന്ന്. സാധാരണ കടയിൽ നിന്ന് വാങ്ങിയ കടലയൊക്കെ കഴുകിയെടുത്തിട്ടല്ലല്ലോ വറുക്കാനൊക്കെ ഉപയോഗിക്കണത്. ഇനി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും കഴുകിയെടുത്തല്ലേ പറ്റുള്ളൂ. ഇന്നലെ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെറസിൽ ഉണക്കാനായിട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് നന്നായി ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് പോർഷൻ പെട്ടെന്ന് തന്നെ കഴുകി എടുത്തിട്ട്
വേഗം ഉമ്മർത്ത് കൊണ്ടായിട്ട് ഉണക്കിയെടുത്തു. ഇത് എങ്ങനെയുണ്ട്, കറക്റ്റായിട്ടൊക്കെ വരുമോ എന്നറിയാനായിട്ട്. അങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളവും തെളിച്ചിട്ട് മൈക്രോവേവ് ചെയ്തെടുത്താണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. സാധാരണ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിലും നല്ല വലിപ്പമുള്ള കടലയാണ് ഇത്. ഊട്ടിയിൽ നിന്ന് വരുന്നു എന്നാണ് പറയണത് അവർ. അതിന് ശേഷം ലഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങി. വേഗം തന്നെ ഞാൻ എപ്പോഴും ചോറ് വയ്ക്കും കേട്ടോ ആദ്യം. അതിന് ശേഷമാണ് കൂട്ടാനും ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ പയർ ഓൾറെഡി 2-3 ദിവസമായി വാങ്ങിയിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു പയർ വാങ്ങരുതെന്ന്. പക്ഷേ എന്തോ ആൾക്ക് ഓർമ്മയില്ലാതെ എപ്പോഴും ഇതാണ് കൊണ്ടുവരിക. എനിക്ക് ആ നാടൻ പയറുണ്ടല്ലോ, അധികം നീളമില്ലാത്ത ചെറുത്, അതാണ് ഇഷ്ടം. ഇതാവുമ്പോൾ ഒരുപാട് മണികളാണ് കിട്ടുക. മാത്രമല്ല ആ തൊലിയൊക്കെ നല്ല മൂത്തിട്ട് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ കുറേയൊക്കെ തോല് കളഞ്ഞെടുത്ത് കുറച്ച് വാഴയ്ക്കും കൂടെ ചേർത്ത് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ എളുപ്പത്തിൽ കഷ്ണങ്ങളൊന്നുമില്ലാത്ത ഒരു കാളൻ. ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള ഫുഡ് ടാഗ് ബൈ സ്മിതയിലുണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഊണൊക്കെ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ചാനലിലേക്കുള്ള വീഡിയോ പെടുത്തായി. അപ്പോൾ ഇത് നല്ലൊരു മുറുക്കാണ്. ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ അടുത്തത് ഇടാൻ പോണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേക്കും സന്ധ്യ ആവാറായിട്ടോ. പിന്നെ വേഗം മേൽ കഴുകി വിളക്ക് കൊളുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ വെറ്റിലദീപം തെളിയിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള താലമൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ഒന്നുമില്ല, ഇതുപോലെ ഒരു താല എടുക്കുക, ചന്ദനം, കുങ്കുമം, മഞ്ഞൾ അതിൽ പൊട്ട് വയ്ക്കുക, പിന്നെ വെറ്റിലകളിൽ പൊട്ട് വയ്ക്കുക. അതിന് ശേഷം നടുക്കായിട്ടൊരു നെയ്ദീപം, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇന്നലെ നോക്കിയപ്പോൾ നമ്മുടെ ചെടിയിൽ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള വെറ്റില നിൽക്കണ കണ്ടു. അപ്പോൾ പിന്നെ അതങ്ങോട്ട് പറിച്ചെടുത്തു. പിന്നെ പുറത്തുനിന്നൊന്നും പൂക്കൾ വാങ്ങാനായിട്ട് ആരും പോയില്ല. അപ്പോൾ വീട്ടിലുള്ള പൂക്കളെടുത്ത് അണിയിച്ച് വിളക്ക് കൊളുത്തി. വെറ്റില ദീപം തെളിയിക്കണ സമയത്ത് വെറ്റിലയുടെ കാമ്പ് എടുത്തിട്ട് വിളക്കിനകത്ത് ഇടണം കേട്ടോ, നെയ്യുടെ ഒപ്പം തന്നെ. നാട്ടിൽ വന്ന ശേഷം വിളക്ക് തെളിയിക്കാനായിട്ട് മിൽമയുടെ നെയ്യ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കാറ് കേട്ടോ. അതുപോലെ ചെന്നൈയിലിരിക്കുന്ന സമയം ആവിൻ അല്ലെങ്കിൽ GRB നമ്മൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ വാങ്ങണം. കാരണം നമ്മൾ വിളക്ക് തെളിയിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് തീരെ വില കുറഞ്ഞിട്ടുള്ള നെയ്യും അതുപോലെ എണ്ണകളൊക്കെ ഉപയോഗിച്ചാൽ ആ ചെയ്യണേന് ഒരു ഫലം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ നല്ലെണ്ണയാണെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ ചെയ്യണേന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം കിട്ടണമല്ലോ. വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 5 തരം എണ്ണയൊക്കെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നു നല്ലതാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് നെയ്യും പ്യുവറായിട്ടുള്ള നല്ലെണ്ണയും തന്നെയാണ്. ആഴ്ചയിലൊരിക്കൽ പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഭഗവാന്റെ ഫോട്ടോ ഒക്കെ തുടച്ച് ചന്ദനവും മഞ്ഞളും കുങ്കുമവും ഒക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മോനോടാണ് പറഞ്ഞത് അതൊന്ന് തുടച്ച് വെക്കാനായിട്ട്. അതിന് ശേഷമാണ് ഞാൻ ചന്ദനവും കുങ്കുമമൊക്കെ ഇട്ട് കൊടുത്ത് വിളക്കൊക്കെ തെളിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുത്തു. സത്യത്തിൽ ഒരു 3 മിനിറ്റിൻ്റെ ഷോർട്സാണ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. വീഡിയോ ഞാൻ കുറേ എടുത്തിരിക്കണു. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ലോങ് വീഡിയോ ആയിപ്പോയി. കുറച്ച് ഞാൻ ബുധനാഴ്ച വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെയാണ് വീഡിയോസ് എടുക്കലും. അതുപോലെ എഡിറ്റ് ചെയ്ത് ഇടാനൊരു സമയം വേണം. പൂജാ റൂം ക്ലീൻ ചെയ്ത് ഫോട്ടോ ഒക്കെ തുടച്ച് പുതിയ പൊട്ടൊക്കെ വെച്ച് വിളക്കൊക്കെ കഴുകി പുതിയ വിളക്കുകളൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് കാണുമ്പോഴുണ്ടല്ലോ അന്നത്തെ ദിവസം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പൂജാ റൂമിന്. അല്ലാത്തപ്പോഴും ഉണ്ട്, എന്നാലും കുറച്ച് ഒരു സ്പെഷ്യലായി തോന്നാറുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ ആത്മവിളക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
അതിനേക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പമാണ് ഇതുപോലുള്ള നമ്മുടെ അകിൽ വിളക്കും അതുപോലെ ബ്രാസ് കൊണ്ടുള്ള അകിൽ വിളക്കിലെ ദീപങ്ങളൊക്കെ തെളിയിക്കാനായിട്ട്. പിന്നെ ഞാൻ പ്രത്യേക ദിവസങ്ങളിലാണ് നമ്മുടെ കേരള വിളക്കുണ്ടല്ലോ, നോർമൽ ഓത്തൻറ്റിക്, അത് ഉപയോഗിക്കാറുള്ളൂ. ഉപയോഗിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഇതുപോലുള്ള വിളക്കുകളൊക്കെ തെളിയിക്കണത്. മാത്രമല്ല പൂജാ റൂമിൽ 1 or 2 മൺവിളക്ക് തെളിയിക്കണത് വളരെ ഐശ്വര്യമായിട്ടുള്ളതാണ്. അത് പണ്ട് മുതലേ അതാണല്ലോ ആദ്യ കാലത്തൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. വിളക്കൊക്കെ തെളിയിച്ച ശേഷം നാമങ്ങളൊക്കെ ചൊല്ലി കന്ദഷഷ്ടി കവചം ഞാൻ എന്നും ചൊല്ലാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടമായോ? അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.